ഹലോ ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ കുറേ പേര് കേരളത്തിൽ നിന്നും പുറത്തുനിന്നും ചോദിച്ച ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മൊത്തം അതിനെ വിശദീകരിച്ച് പറയുന്നില്ല, കാരണം എൻ്റെ ഫയൽ മിസ്സായിപ്പോയി. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് എഫക്റ്റ് വരുമ്പോൾ എഫക്റ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കട്ടിങ്ങും ഇതിനൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള അതിൻ്റെ എഫക്ട്സ് ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ള എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾ കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു എഫക്റ്റ് വെച്ചാണ്, ടു കളർ എന്നുള്ള എഫക്റ്റ്. ഇത് തന്നെ എല്ലാ വീഡിയോയിലും മാക്സിമം ചേർക്കാൻ നോക്കേണ്ട ഒരു ഇതാണ്. കാരണം ഫസ്റ്റ് ഇമ്പ്രഷനാണ് നമുക്ക് പിടിച്ചെടുക്കേണ്ടത്. ഒരു ഹുക്കിന് വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്താൽ പിന്നെ ഒരു 2 സെക്കൻഡെങ്കിലും ഒരു കാണുമെന്ന് ഉറപ്പാണ്. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പേ കളറിലോട്ട് ഇങ്ങനെ വരും 2 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ ഒരു ഹുക്ക് കിട്ടി. നമുക്ക് ഒരു ഹുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ടു കളർ എഫക്റ്റ് ചേർക്കുന്നത്. അത് വീഡിയോ എഫക്ട്സിൽ ടു കളർ എൻ്റെ ഇവിടുത്തെ സെക്കൻഡിൽ തന്നെ സെക്കൻഡ് റോൾ തന്നെ ഇതുണ്ട്. ബട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം, ടു കളർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യും കളിക്കുക. ഒരുപാട് കളറുണ്ട് ഇതിൽ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ എഫക്റ്റ്. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ഷെയ്ക്ക് എഫക്റ്റാണ്. ഷെയ്ക്ക് എഫക്റ്റ് നിങ്ങൾക്ക് ക്യാപ്കട്ട് പ്രോയിലും നോർമലിലും ഏത് ഡ്യൂപ്ലിക്കേറ്റ് ക്യാപ്കട്ട് എടുത്താലും ഷെയ്ക്ക് എഫക്റ്റ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരെ പോയാൽ ഒരു ഓവറിലെ കട്ടൗട്ട് ഓവറിലെ പൊന്തുന്നതാണ്. അതിൻ്റെ കൂടുതൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് ഇങ്ങനെ പോണതുകൊണ്ട്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് പോണത് അത് ടു കളറല്ല, അത് എഫക്റ്റ് അല്ല. അത് നമ്മൾ അഡ്ജസ്റ്റിൽ പോയിട്ട് സാച്ചുറേഷനിൽ പോയിട്ട് കീ ഫ്രെയിം കൊടുത്തതാണ്. കീ ഫ്രെയിം കൊടുക്കുന്ന വീഡിയോയും എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോസിൽ കാണാം. അപ്പോൾ ഈ ഓവറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓട്ടോ റിമൂവൽ നോക്കി നമ്മൾ ഓവറിലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒറിജിനൽ കട്ടൗട്ടൊന്നും ആയില്ല, എന്നാലും നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് കീ ഫ്രെയിം കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വിചാരിച്ചാൽ ഓക്കെ, അടിയിലോട്ട് പോയി. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇതുപോലെ പോലെ തന്നെ പൊന്തി വരണം. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ഓക്കെ, ഇതിൽ നിങ്ങൾ ഈ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിൽ നിർത്തിയിട്ട് ഇവിടെ കണ്ടില്ല ഒരു കർവിൻ്റെ ചിഹ്നം, ആ കർവിൻ്റെ ചിഹ്നം നിൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മേലെ കുറച്ച് പോയാൽ കാണാം ഫ്ലോ 2 എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്റ്റോപ്പായി പിന്നെ ഇങ്ങോട്ട് വരും. നിങ്ങൾ കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എഫക്റ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് ഷെയ്ക്കിൻ്റെ എഫക്റ്റിൻ്റെ അവിടെ നിങ്ങൾ കാണാം ചെറിയ 2 എഫക്റ്റ് എടുക്കുന്നുണ്ട്. ഷെയ്ക്ക് അത് നിങ്ങൾക്ക് എഫക്ട്സ് അല്ല, അത് വീഡിയോൻ്റെ ഒരു ഇതാണ്, ഇടയിലുള്ള എഫക്റ്റാണ്. പിന്നെ ഇങ്ങനെ പോയിട്ട് കാണാം ഈ ഒരു എഫക്റ്റ്. ഈ ഒരു എഫക്റ്റ് എല്ലാവരും ഈ ഒരു എഫക്റ്റ് എങ്ങനെ ചെയ്യലെന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് എഫക്ട്സ് ബോർഡിൽ തന്നെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒബ്ലിക് ബ്ലർ, നിങ്ങൾക്ക് സബ്ടൈറ്റിൽ നോക്കാം. ഒബ്ലിക് ബ്ലറും ഷെയ്ക്ക് എഫക്റ്റും കൂടി കൂട്ടി കീ ഫ്രെയിം കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഷെയ്ക്ക് എഫക്റ്റ് നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി 100-ലിട്ടാലും ഇത് ഷെയ്ക്ക് എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. 2 എഫക്റ്റ് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഒബ്ലിക് ബ്ലർ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഇതൊരു വയലറ്റ് കളറിലാണ്. ഇതിൽ ഒബ്ജക്റ്റിൽ പോയിട്ട് ഇത് നിൽക്കുക, അപ്പോൾ നിങ്ങൾക്ക് നീല കളറാവും. അപ്പോൾ നമുക്ക് കീ ഫ്രെയിം ചെയ്യാനുള്ളതാവും. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മാക്സിമം നമുക്ക് ഇത്രയൊക്കെ വേണ്ടിയുള്ളൂ. എന്നിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് അവസാനവും കീ ഫ്രെയിം ആഡ് ചെയ്യാം, ഫസ്റ്റിലും കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കാണാം റൊട്ടേറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ. അത് ഫസ്റ്റത്തെ റൊട്ടേറ്റിൽ 0 ഇടാം, ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ റൊട്ടേറ്റിൽ 100 ഇടാം. കാണാം ചെറിയൊരു ബ്ലർ പോലെ ഇങ്ങനെ വന്ന്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഷെയ്ക്ക് എഫക്റ്റും കൂടി ആഡ് ചെയ്യണം. ഷെയ്ക്ക് എഫക്റ്റ് വയലറ്റ് കളർ വന്നാലും പ്രശ്നമില്ല, കാരണം ആ വീഡിയോയിൽ മാത്രം മതി നമുക്ക്. എന്നിട്ട് അഡ്ജസ്റ്റിൽ പോയിട്ട് സ്പീഡ് ഫുള്ളിട്ടിട്ട് ഇൻറ്റൻസിറ്റി ഏയിലിടണം. ആ ഏയിലിടണം. അപ്പോൾ നമുക്കൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
മനസ്സിലായെന്ന് കരുതുന്നു. ഇത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, പേഴ്സണലായിട്ട് വന്ന് ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിലും വന്ന് ചോദിക്കാം. ഓക്കെ, ആ എഫക്റ്റ് കഴിഞ്ഞ് നേരെ പോയാൽ ഓക്കെ കട്ടൗട്ടാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ കീ ഫ്രെയിം കൊടുക്കുക. പിന്നെ നേരത്തെ കാണിച്ച അതേ എഫക്റ്റ് തന്നെയാണ്. പിന്നെ കട്ടൗട്ട്, പിന്നെ ബ്ലറാണ്. ബ്ലർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലർ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിപ്പ് അനുസരിച്ചുള്ള ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റിലും കീ ഫ്രെയിം കൊടുക്കുക, ഫസ്റ്റിലും കീ ഫ്രെയിം കൊടുക്കുക. ഫസ്റ്റത്തെ കീ ഫ്രെയിം എന്തായാലും 0 ഇടണം. എന്നിട്ട് കട്ടൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ കീ ഫ്രെയിം കുറഞ്ഞ് വരണം. എന്നിട്ട് ലാസ്റ്റത്തെ 0 ഇടുക. കണ്ടോ, അതേ ബ്ലർ തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇങ്ങനെ കീ ഫ്രെയിം കൊടുത്താൽ, നമ്മൾ എന്തായാലും ക്യാപ് കട്ട് പഠിച്ചിരിക്കുമ്പോൾ കീ ഫ്രെയിമും കൂടി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പാടുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു എഫക്റ്റ്, ഇതൊക്കെ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്. ഇതിൻ്റെ കുറേ എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ ചാനൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി നോക്കിയാൽ കാണാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഇത് ഫുള്ളും ഞാൻ പരിചയപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ചെറിയൊരു ഗെയിമിംഗ് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിലെന്നും വീഡിയോ വരുന്നതാണ്. ഇന്നും ഒരു വീഡിയോ വരും. ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ടാകും. ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണാം. അടുത്ത വീഡിയോ കാണാം. ബൈ.